Hello friends, this is Milan and welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ആപ്പിൾ വാച്ച് സ്പെഷ്യൽ എഡിഷൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനുമാണ്. അപ്പം ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനലിൽ ഒരു ആപ്പിൾ വാച്ച് വരുന്നത്. അതേപോലെ തന്നെ ഞാനും സ്വന്തമായിട്ടൊരു ആപ്പിൾ വാച്ച് വാങ്ങുന്നത്. ഇതുവരെ ഞാൻ ആപ്പിൾ വാച്ച് ഉപയോഗിച്ചിട്ടില്ല, അതിൻ്റെ ഒരു യാതൊരു എക്സ്പീരിയൻസും ഇല്ല. ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം ആൻഡ് ഐ എം റിയലി എക്സൈറ്റഡ്. കാരണം ആപ്പിൾ ഈക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമാകാൻ ഒരു 75-80% കംപ്ലീറ്റ് ആവും ഈ ഒരു ആപ്പിൾ വാച്ചും കൂടെ എൻ്റെ കയ്യിൽ വരുമ്പം. അതുകൊണ്ട് തന്നെ ഐ എം റിയലി എക്സൈറ്റഡ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോകാം. അതിന് മുന്നേ ഇതാണ് നമ്മുടെ കേസിംഗ് എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ ആപ്പിൾ വാച്ച് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട്, ബാക്കിലാണ് ഇൻഫർമേഷൻസ് എല്ലാം തന്നെ കൊടുത്തേക്കുന്നത്. ഇതിൽ പറഞ്ഞേക്കുന്ന പോലെ സ്പെഷ്യൽ എഡിഷനാണ്, സ്പേസ് ഗ്രേ ആണ്, അലുമിനിയം കേസിങ്, 44mm ആണ്. അപ്പം 44mm 40mm ആണ് നമുക്കുള്ളത്. അപ്പോൾ 44mm ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ടോപ്പ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം നമുക്കറിയാം ആപ്പിൾ സ്റ്റോർ ഇന്ത്യയുടെ ഓൺലൈൻ സ്റ്റോറിൻ്റെ പ്രൈസാണ് 32,900 ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇതാണ് GPS വേർഷനിൽ ഏറ്റവും ടോപ്പ് എൻ്റെ. ഇനി GPS പ്ലസ് സെല്ലുലാർ വേർഷൻ ഉണ്ട്. ഇത് GPS ഉള്ളൂ. കാരണം സെല്ലുലാറിൻ്റെ ഒരു ആവശ്യകത എനിക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ സെല്ലുലാർ പോകാത്തത്. സെല്ലുലാറിനാകുമ്പം ഇതിൻ്റെ കൂട്ടത്തിലൊരു 4,000 രൂപയും കൂടെ എക്സ്ട്രാ വരും. അതാണ് സെല്ലുലാറിൻ്റെ വ്യത്യാസം. പക്ഷേ സെല്ലുലാറിൻ്റെ ആവശ്യകത എനിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇവിടെ എളുപ്പം അൺബോക്സ് ചെയ്യാൻ വേണ്ടി ആപ്പിൾ പുൾ ടാബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പീൽ ചെയ്യാം. ഓക്കെ, പിന്നെ ഇതാണ് നമ്മൾ പൊട്ടിക്കുന്ന ചടങ്ങ്. ഇത് ഈ സൈഡിൽ നിന്ന്, രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ പുൾ ചെയ്യണം. ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ആപ്പിൾ വാച്ച് സ്പെഷ്യൽ എഡിഷൻ. നിങ്ങൾക്കിതിൽ കാണാം കുറച്ച് പടങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്രെയ്ഡഡ് ലൂപ്പ്, അതേപോലെ തന്നെ സോളോ ലൂപ്പ്, അതിൻ്റെ എല്ലാത്തിൻ്റെ ഇമേജുകൾ ചുറ്റിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 പാക്കേജിങ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് നമ്മുടെ ആപ്പിൾ വാച്ച് ഇറ്റ് സെൽഫ്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ കേബിളും, പിന്നെ ഉള്ളത് നമ്മുടെ ഇതിൻ്റെ ബാൻഡാണ്. അപ്പം ഇത് രണ്ടുമാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ യാതൊന്നുമില്ല ഈ പാക്കേജിങ്ങിൽ. നമുക്കിതുപോലെ തന്നെ മടക്കി വെക്കാം. ഇത്രയുള്ള പരിപാടി. ഇനി നമുക്ക് നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് നമ്മുടെ ആപ്പിൾ വാച്ച്. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യാം ആദ്യം. ഇതാണ് കേസിങ്. അടിപൊളി, നല്ല ക്വാളിറ്റി ഉള്ള കേസിംഗ് ആണ്. നമ്മൾ പറയേണ്ട ആവശ്യമില്ല, ആപ്പിളിൻ്റെ എല്ലാ കാര്യത്തിനും നല്ല ക്വാളിറ്റി ഉള്ള കേസിംഗ് ആണ് എല്ലാത്തിലും. അപ്പോൾ ആദ്യം തന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പം ഇവിടെ എഴുതിയിട്ടുണ്ട് ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ. അപ്പോൾ ആദ്യം നോക്കുമ്പോഴേ നമ്മുടെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് ആദ്യം നോക്കാം. ഇതിനോട് നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, നമ്മുടെ ഐഫോണിലെ പോലെ നമുക്ക് ആപ്പിൾ സ്റ്റിക്കേഴ്സ് ഒന്നും വരുന്നില്ല. കാരണം ഇതൊരു ആക്സസറി ആയിട്ടാണ് ആപ്പിൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആക്സസറി കൊടുത്തി ആപ്പിൾ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊന്നും വരത്തില്ല. പക്ഷേ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഉണ്ട്, എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഇൻഫർമേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ കേബിളാണ്. ഇതാണ് ആപ്പിൾ വാച്ച് ചാർജ് ചെയ്യുന്ന കേബിള്. ഇത് എനിക്ക് തോന്നുന്നത് ഇപ്പം USB Type A ആണ് ഉപയോഗിക്കുന്നത്. അതെ, USB Type A ആണ് ഇപ്പോഴും വരുന്നത്. അപ്പോൾ നമ്മുടെ 20W അഡാപ്റ്ററിൽ ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഇത് ബേസിക്കലി Type A വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് Type C അഡാപ്റ്റർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്കിവിടെ 20W അഡാപ്റ്റർ ഉണ്ട്. ഇത് ഐപാഡിൻ്റെ ചാർജറാണ് 20W അഡാപ്റ്റർ. അപ്പോൾ ഇത് കുത്തി നിങ്ങൾക്ക് സ്റ്റാൻഡേർഡായിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഉള്ളതാണ് നമ്മുടെ മെയിൻ കാര്യം, നമ്മുടെ ആപ്പിൾ വാച്ച് ഇറ്റ് സെൽഫ്. ഇതാണ് നമ്മളുടെ ആപ്പിൾ വാച്ച്. സ്പേസ് ഗ്രേ ആണ്, 44mm. നിങ്ങൾക്ക് കാണാം നമ്മുടെ ബാക്കിൽ വാച്ച് സീരീസ് 6ൻ്റെ പോലെ ഒന്നും സെൻസേഴ്സ് കാര്യങ്ങളില്ല. കാരണം ഇതിൽ ബ്ലഡ് ഓക്സിജൻ സെൻസറോ അല്ലെങ്കിൽ ECGയോ ഇല്ല. പക്ഷേ നമുക്ക് ഹാർട്ട് റിതം സെൻസറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹാർട്ട് റിതം കുറയുവാണെങ്കിൽ അതിൻ്റെ അലേർട്ട് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമുക്കിത് ടേൺ ഓൺ ആക്കാൻ വെക്കാം. ഇപ്പം ഇവിടെ നമ്മുടെ പവർ ബട്ടൺ ഉണ്ട്, അതിൻ്റെ അടുത്തുള്ള മൈക്ക്, പിന്നെ ഇത് ക്രൗണ്, ഇത്തരം കാര്യങ്ങളാണ്. ഇപ്പം പവർ ഓൺ ആകുന്നുണ്ട്. നമുക്ക് തൽക്കാലം ഇവിടെ വെച്ചിട്ട് നമ്മുടെ ബാൻഡ് ഓപ്പൺ ചെയ്യാം. ഇതാണ് സ്പേസ് ഗ്രേ ബ്ലാക്ക് ബാൻഡ് തന്നെയാണ്. ബാക്കിലെല്ലാം ഇൻഫർമേഷൻസും കൊടുത്തിട്ടുണ്ട്. ഈ ബാൻഡ് പൊട്ടിക്കുന്നത് സൈഡിലൊരു പുൾ ടാബ് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വലിച്ചാൽ മതി. കണ്ടോ, വളരെ സിമ്പിളായിട്ടാണ് ആപ്പിൾ ഇതിൻ്റെ പാക്കേജിങ് ഹാൻഡിൽ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നമില്ലാതെ നമുക്ക് എളുപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ കാണാം ഐഫോണിൽ അതിൻ്റെ സെറ്റപ്പ് സ്ക്രീൻ വന്നേക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ആപ്പിൾ വാച്ചിൻ്റെ ബാൻഡിൻ്റെ കാര്യങ്ങൾ വരുന്നത്. 2 സൈസ് ഉണ്ട്, മീഡിയം, ലാർജ്, സ്മോള്, മീഡിയം. അപ്പോൾ നമുക്ക് നമ്മുടെ കൈയുടെ സൈസിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് ലാർജിൻ്റെ ആവശ്യമില്ലായിരിക്കും, മീഡിയം ആയിരിക്കും. അപ്പോൾ നമുക്ക് മീഡിയം ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഇതൊന്ന് സെറ്റപ്പ് ചെയ്യാം. കാരണം ആദ്യമായിട്ട് തന്നെ ഞാൻ ആപ്പിൾ വാച്ച് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ സ്ട്രാപ്പൊക്കെ ഇട്ടേക്കുന്നത് കൃത്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് ആദ്യം ഈ സെറ്റപ്പ് സ്ക്രീനിലേക്ക് പോകാം. അപ്പം നമ്മുടെ ഐഫോൺ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഐഫോണെല്ലാം ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ പെയർ ചെയ്യുന്നത്.
ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം നമുക്കിവിടെ സെറ്റപ്പ് മൈസെൽഫ് അല്ലെങ്കിൽ ഫാമിലി മെമ്പർ എന്ന് പറഞ്ഞൊരു പുതിയ ഓപ്ഷൻ നമ്മുടെ വാച്ച് OS 7 വന്നിട്ടുണ്ട്, iOS 14 വന്നിട്ടുണ്ട്. അപ്പം ആപ്പിൾ വാച്ച് മാത്രം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അതിനുവേണ്ടിയാണ് ഫാമിലി മെമ്പർ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഐഫോൺ മതി. അപ്പോൾ നമുക്കിവിടെ സെറ്റപ്പ് മൈസെൽഫ് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു സംഭവം സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്തു, പെയറിങ് കാണിക്കുവാണ്. നിങ്ങൾക്ക് കാണാം ആനിമേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ആപ്പിൾ വാച്ച് 44mm, ആപ്പിൾ വാച്ച് SE അലുമിനിയം കേസിങ്. ഇനി നമുക്ക് സെറ്റപ്പ് ആപ്പിൾ വാച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ റിസ്റ്റ് പ്രിഫറൻസ് ആണ് ചോദിക്കുന്നത്. ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡിലാണ് ഇടുന്നത്. അപ്പോൾ ലെഫ്റ്റ് സെലക്ട് ചെയ്തു. ഇപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ അറിയാം ലൊക്കേഷൻ സർവീസസ് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. കാരണം ഇതിൽ GPS ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ലൊക്കേഷൻ സർവീസ് എനേബിൾ ചെയ്യാം. അപ്പം എനേബിൾ ലൊക്കേഷൻ സർവീസ് കൊടുത്തു, ഓക്കെ കൊടുത്തു. പിന്നീട് നമുക്ക് വർക്കൗട്ട് റൂട്ട് ട്രാക്കിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതും എനേബിൾ ചെയ്തു. ആപ്പിൾ വാച്ച് അനാലിസിസ് ഡോൺ ഷെയർ, ഷെയറിങ് സെറ്റിങ്സ് ഓക്കെ. നിങ്ങൾക്കിവിടെ നോക്കി വരാം നമ്മുടെ ഫോണിൻ്റെ ടെക്സ്റ്റ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. ഞാൻ ഇവിടെ മാറ്റുന്നതനുസരിച്ച് അതിൽ ടെക്സ്റ്റ് സൈസ് മാറുന്നുണ്ട്. നമുക്കിത് മതി, മീഡിയം റേഞ്ചിലുള്ളത് മതി. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്യുകയാണ്, കണ്ടിന്യൂ കൊടുത്തു. ഇനി നമുക്ക് ആപ്പിൾ വാച്ചിന് പാസ്വേഡ് ലോക്ക് ഇടാനാണ്. അപ്പോൾ ക്രിയേറ്റ് പാസ്വേഡ് കൊടുക്കാം. അപ്പോൾ ഞാൻ പാസ്വേഡ് ടൈപ്പിംഗ് ചെയ്തിട്ട് വരാം. ഇനി നമുക്കുള്ള ആക്ടിവിറ്റി സെറ്റപ്പ് ചെയ്യാനാണ്. അപ്പോൾ സെറ്റപ്പ് ആക്ടിവിറ്റി എന്നുള്ളത് ടാപ്പ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ഗോൾ കൊടുത്തിട്ടുണ്ട്. ഗോൾ സെറ്റ് ചെയ്യാം, ലൈറ്റ്, മോഡറേറ്റ്, ഹൈലി എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെയുള്ളത് നമ്മുടെ വാച്ച് അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കണ്ടിന്യൂ കൊടുത്തു. ആപ്പിൾ പേയുടെ ഓപ്ഷൻ വന്നു, സെറ്റപ്പ് ലേറ്റർ കൊടുത്തു, കാരണം നമുക്കിവിടെ ഇല്ല. പിന്നെ കണ്ടിന്യൂ, ഇൻസ്റ്റാൾ അവൈലബിൾ ആപ്സ്, ഇൻസ്റ്റാൾ ഓൾ കൊടുത്തു ഞാൻ. അപ്പോൾ നമുക്കിവിടെ വാച്ച് സിങ്ക് ആണ്, നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ വാച്ച് സിങ്ക് ആകുന്നത്. അപ്പോൾ വൺസ് ഇത് സെറ്റപ്പ് ആയതിനു ശേഷം തിരികെ നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ ഡൗൺലോഡിങ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഐഫോണിൽ അതിൻ്റെ ഇത് വന്നിട്ടുണ്ട്, നമ്മുടെ ആപ്പിൾ ഐഡിയും അതേപോലെ ഫോൺ നമ്പരും മെസ്സേജിന് വേണ്ടി നോട്ടിഫിക്കേഷന് വേണ്ടി ആക്സസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഓക്കെ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം യുവർ വാച്ച് ഈസ് റെഡി. അപ്പം പ്രസ് ഡിജിറ്റൽ ക്രൗൺ ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് അനുഭവിക്കാൻ പറ്റും. അത് ജസ്റ്റ് അത് ടാപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് വരും. എന്തായാലും വളരെ ഇൻട്രസ്ഡ് ആണ് ഞാൻ, വളരെ എക്സൈറ്റഡ് ആണ്, കാരണം ആദ്യമായിട്ടാണ് ആപ്പിൾ വാച്ച്. അപ്പോൾ ഇതിലേക്ക് ഉള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മളെന്തായാലും മുന്നോട്ടുള്ള വീഡിയോസിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും, ആപ്പിൾ വാച്ച് OSനെ പറ്റിയും. അപ്പോൾ കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, കുറേ കൂട്ടുകാർ, എനിക്കറിയാം കുറേ ആൾക്കാർ ആപ്പിൾ വാച്ച് യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും തീർച്ചയായിട്ടും നമ്മളുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വെച്ച് നോക്കുമ്പോൾ വളരെ ഇമ്പ്രസ്ഡ് ആണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്പേസ് ഗ്രേ കളറ്. ആകെ എനിക്കൊരു ഇത് തോന്നിയിരിക്കുന്നത് ഈ ഒരു ലൂപ്പ്, ഈ ഒരു ബാൻഡ് കളർ വേറെ നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ ഡിഫറെൻറ്റ് കളേഴ്സ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോമ്പിനേഷൻ താഴെ കമൻറ്റ് ബോക്സിൽ അതും ചേർക്കുക. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിനും വീഡിയോസിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys in the next video. Till then, peace.